ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാധാരണ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ തീക്ഷ്ണമായി അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയാണ് ബെച്ചു ചെറുവാടി സംവിധാനം ചെയ്ത സൈലന്റ് സോൺ. അസം, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ ദുരിത ജീവിതം വളരെ ശക്തമായി ഈ ഹ്രസ്വ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു. അസമിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലെ രൂക്ഷമായ വെള്ളപ്പൊക്കം അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് ഡോക്യുമെന്ററിയിൽ വ്യക്തമായി അവതരിപ്പിക്കുന്നു. വർഷം തോറും വീടുകളും കൃഷിയിടങ്ങളും നഷ്ടപ്പെടുന്ന നിരവധി കുടുംബങ്ങൾ സുരക്ഷിത പ്രദേശങ്ങളിലേക്ക് കുടിയേറേണ്ട അവസ്ഥ നേരിടുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ മൂലം ജീവിതോപാധികൾ നഷ്ടപ്പെട്ട ജനങ്ങളുടെ വേദനയും അതിജീവന ശ്രമങ്ങളും ഹൃദയസ്പർശിയായി ഡോക്യുമെന്ററിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബിൽ സംബന്ധിച്ച ആശങ്കകളും ജനങ്ങളുടെ ഭയവും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ജാർഖണ്ഡിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികൾ പറയുന്നത് കേരളം സ്വർഗമാണെന്നാണ്. കാരണം ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കേരളം സ്വർഗം? നല്ല വേതനം, അതിൻ്റെ പുറമെ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം, ജീവിക്കാൻ സ്വസ്ഥമായി ജീവിക്കാം, അവിടെ ജീവിക്കാൻ പോലും സ്വസ്ഥതയില്ലാത്ത ഒരു അവസ്ഥയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ. ഈ സംസ്ഥാനങ്ങളിലെ തൊഴിലാളി ജീവിതം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളും ശ്രദ്ധേയമായി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകൂടത്തിന്റെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതായും ഡോക്യുമെന്ററിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സമൂഹം കാണാതെ പോകുന്ന ജനങ്ങളുടെ ജീവിതം ലോകത്തിന് മുന്നിലെത്തിക്കാനാണ് ഈ ഡോക്യുമെന്ററി ഒരുക്കിയതെന്ന് ബെച്ചു ചെറുവാടി പറഞ്ഞു. ചിത്രീകരണത്തിനിടെ നേരിട്ട അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഇത് അരമണിക്കൂറിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല നമ്മുടെ ഇന്ത്യയുടേത്. നമ്മൾ എല്ലാവരും വായിച്ചൊരു കാര്യമാണ്, മഹാരാഷ്ട്രയിൽ കുടിവെള്ളം കിട്ടാൻ വേണ്ടി കിലോമീറ്ററുകൾ നടക്കണം. അപ്പോൾ ഒരു കുട്ടി വീട്ടിൽ കുടിവെള്ളം കിട്ടാത്തത് കൊണ്ട് അവർ കുടിവെള്ളം എടുക്കാൻ വേണ്ടി ഒരു പാത്രമായിട്ട് പോയിട്ട് ആ കുട്ടിയെ പിന്നെ കാണുന്നില്ല, കുറേ അകലെയാണ്. അപ്പോൾ ആ കുട്ടിയെ അന്വേഷിച്ച് നോക്കി, ആ കുട്ടി ആ കുടിവെള്ളം എടുക്കുന്ന ചെറിയൊരു കിണറെന്ന് പറഞ്ഞുകൂടാ, കുണ്ടിൽ വീണ് കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം ഈ ഒരു ദുരിതം എന്നെ വല്ലാതെ ഒരു അലട്ടിയ ദുരിതമാണ്. അപ്പോൾ അതുപോലെ ഗുജറാത്തിലും പിന്നെ യു പിയിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ താജ്മഹൽ, നമ്മളെല്ലാവരും താജ്മഹലൊക്കെ കണ്ട് പുറത്തുനിന്ന് താജ്മഹൽ കണ്ടുപോലും, പക്ഷേ താജ്മഹലിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് സ്ലംസാണ്. ആഗ്ര ജില്ലയിൽ മാത്രം 200 ചില്ലാനും സ്ലംസ് ഉണ്ട്. അവിടെ താമസിക്കാൻ ആളുകൾക്ക് കുടിലുകളില്ല, നല്ല ബാത്റൂമുകളില്ല, അങ്ങനെ ദുരിതം മാത്രമാണ് അവിടെ. ഈ ഡോക്യുമെന്ററി വെറും ഒരു ദൃശ്യാനുഭവമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ്. പശ്ചിമഘട്ടത്തിലെ ചൂഷണത്തെപ്പറ്റിയും ഹരിയാനയിലെ കർഷകരുടെ പ്രതിസന്ധിയും ബെച്ചു ചെറുവാടി തന്റെ ക്യാമറയിൽ മുമ്പ് പകർത്തിയിട്ടുണ്ട്. തന്റെ യാത്രകൾ തുടരാൻ തന്നെയാണ് മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയായ ബെച്ചു ചെറുവാടിയുടെ തീരുമാനം. ബെച്ചു ചെറുവാടിയുടെ ഡോക്യുമെന്ററിയുടെ 2ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. കേരളത്തിൽ ഉത്തരേന്ത്യൻ മോഡൽ നടപ്പിലാക്കണമെന്ന് ശഠിക്കുന്നവർ അല്ലെങ്കിൽ വാശി പിടിക്കുന്നവർ ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്ററിയായ സൈലന്റ് സോൾ ഒന്ന് കാണണം. ക്യാമറമാൻ RK ഫിറോസിനൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.